എന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ? പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ എല്ലാവരും എന്നെ ചീത്ത പറയും. കാരണം ഞാൻ പിന്നെ ഈ ഒരു അടുത്ത കാലം വരെ ആകെ ഒരു പൗഡർ മാത്രം യൂസ് ചെയ്ത ഒരാളാണ് കേട്ടോ. പിന്നെ എപ്പോഴും ലിപ്സ്റ്റിക്ക് ആദ്യം ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ചെറുതിലൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടുമ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-20 കൊല്ലം മുന്നുള്ള കാര്യമാണ്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ടാൽ തന്നെ ചില ആൾക്കാർ ചീത്ത പറയും. അപ്പോൾ അവരെ കാണുമ്പോഴേക്ക് നമ്മളത് തുടച്ച് കളയും. പിന്നെ ക്ലാസ്സിൽ എത്തിയിട്ടൊക്കെ ആയിരിക്കും ഇടലും. പിന്നെ അങ്ങനെ ഒന്നും അങ്ങോട്ട് ഇടാറില്ല. പക്ഷേ ഇപ്പം ഞാൻ 3-4 കൊല്ലമായിട്ട് എനിക്ക് പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചായിട്ട് ചില ടൈമിൽ പിന്നെ തൊട്ടടുത്തൊക്കെ പോകുമ്പോഴിടും. അതായത് അടുത്തുള്ള ഇപ്പോൾ മീൻസ് ഇവിടുന്ന് ഇപ്പോൾ കുറ്റ്യാടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഇടാറുണ്ട്. പക്ഷേ അങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആയിട്ട് ചുണ്ടിൽ. അപ്പോൾ നല്ല ബ്ലാക്ക് കളർ അല്ലായിരുന്നു ആദ്യം ലിപ്പൊന്നും. പക്ഷേ ഇപ്പോൾ ലേശരി ഇത് വന്നിട്ടുണ്ട്, പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഇടാറില്ല. ഇപ്പം ഞാൻ പോണത് കോഴിക്കോടേക്കാണ്. അപ്പം കുറേ ദൂരം ട്രാവൽ ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഈ പൗഡർ തന്നെ ചില പൗഡറിൻ്റെ സ്മെല്ലൊക്കെ തട്ടിയാൽ പിന്നെ അവിടെ എത്തുന്നവരെ തലക്ക് ഭയങ്കര കാരണം ഒരു ഛർദ്ദിക്കാൻ വരുന്നൊരു ഫീലിംഗാണ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിനൊക്കെ ഒരു സ്മെല്ലുണ്ടാവില്ല, അതൊന്നും തീരെ പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ അത് അവോയ്ഡ് ചെയ്ത് ലിപ്സ്റ്റിക്ക് അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ടോ. ഇപ്പം ഞാൻ സൺസ്ക്രീൻ ഇടാറുണ്ട്. ആദ്യം അതും ഇല്ലായിരുന്നു സൺസ്ക്രീൻ. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു കംഫർട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ. കാരണം നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്ന് തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്തിയാലും ഒരു ടാൻ അടിക്കാത്ത മാതിരിയാണ്. മറ്റേ നമ്മൾ പറയുമല്ലോ അങ്ങനെ ഒരു കരുവാളിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളത്, അതില്ല സൺസ്ക്രീൻ ഇട്ടാൽ. അപ്പം ആകെ ചെയ്യുന്നൊരു മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീനാണ് കേട്ടോ. ആ സൺസ്ക്രീൻ തൊട്ട് പിന്നെ ഈ ഒരു പൗഡർ ടിനെന്ന് പറഞ്ഞാൽ പിന്നെ എൻചാൻഡറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ട് കഴിഞ്ഞു. പിന്നെ ഒരു റോളിങ്ങും മസ്തൊന്ന് റോൾ ചെയ്യാനും മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ഗെറ്റ് വാച്ച് നിർബന്ധമാണ് കേട്ടോ. അതിനിപ്പോൾ തൊട്ടടുത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇതില്ലാൻ എനിക്ക് എന്തോ ഒരു പോലെയാണ്. പിന്നെ ഈ ഒരു ബാഗും ഇതിപ്പോൾ ലോങ് ആയതുകൊണ്ട് കേട്ടോ. ബാഗിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങിച്ച ബാഗാണ്. നല്ല ഒരു പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ളൊരു ബാഗാണ് കേട്ടോ. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത. അപ്പോൾ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇനി പോയി വരാം.